ഹലോ ഫ്രണ്ട്സ്, മഴ തോരും മുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലീന നമ്മുടെ മനുവിനെ ഫോണിൽ വിളിക്കാൻ കേട്ടോ. കോള് വന്നുകൊണ്ട് തന്നെ മനു ചാടിക്കയറി എടുക്കുകയാണ്. അതുകൊണ്ട് അലീന ചോദിക്കുകയാണ്, ആരെയോ കാത്തിരുന്നത് പോലെ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തല്ലോ. അതെ, ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഒരു കോളിന് വേണ്ടി. ആരുടെ കോളിന് വേണ്ടി? ഒരു സുന്ദരിയുടെ കോളിന് വേണ്ടിയിട്ടാണ്. ആഹാ, അത് ശരി. അതെ, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഓഫീസിലെ അങ്ങനെ ഒരു സുന്ദരി ഉണ്ട്. ആ സുന്ദരി എന്നെ വിളിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരാളെ പറ്റി ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. ഓ, പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുശുമ്പ് വർക്കൗട്ടാവും, അതുകൊണ്ടാണ്. ഓ, എനിക്കങ്ങനെയൊന്നും ഇല്ല കേട്ടോ. വെയിറ്റ് ചെയ്യായിരുന്നല്ലേ? അത് ശരി, വെയിറ്റ്. ആകെ കൺഫ്യൂഷനായല്ലോ. അല്ല, വേറൊരു സുന്ദരി എന്ന് കേട്ടിട്ട് നിനക്ക് കുശുമ്പം തോന്നിയില്ലേ? ഇല്ല, തോന്നണമായിരുന്നു. സ്നേഹം ഉണ്ടെങ്കിൽ തോന്നും. എനിക്കുള്ളത് എനിക്ക് തന്നെ കിട്ടും എന്ന് ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് സംശയിക്കുന്നത്? ഓ, എൻ്റെ ദൈവമേ, അടാറ് മറുപടിയാണ്. ഒരു പിടിയും തരരുത് കേട്ടോ. പിന്നെ മനുവേട്ടാ, എൻ്റെ സംശയം എന്താണെന്നറിയോ? എന്നോടുള്ള സ്നേഹം കുറഞ്ഞു പോയോ? പഴയ പോലുള്ള അന്വേഷണമൊന്നും ഇല്ലല്ലോ. അപ്പോൾ നിനക്ക് പരിഭവം ഉണ്ടല്ലേ? സത്യം പറഞ്ഞാൽ നിന്നോട് കുറച്ചുകൂടി സ്നേഹം കൂടുതലേ ഉള്ളൂ. മുമ്പാണെങ്കിൽ അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ എനിക്ക് ആശ്വാസമുണ്ട്. കാരണം വേറൊന്നുമല്ല, ഇവിടുത്തേനേക്കാളും നല്ല സേഫായിട്ടുള്ള സ്ഥലത്തല്ലേ നീ എത്തിയിരിക്കുന്നത്. സ്വന്തം പപ്പയുടെ സംരക്ഷണ വലയത്തിലല്ലേ. അതുകൊണ്ട് എനിക്ക് സമാധാനമുണ്ട്. എന്നാലും അവിടുത്തെ അച്ഛനോടുള്ള അത്ര ഇൻറ്റിമസി ഒന്നും ഇവിടെ പപ്പയോടില്ല. അച്ഛനാണ് എൻ്റെ റോൾ മോഡൽ. അങ്കിളിനോട് ഇത് പറയണം. അങ്കിൾ ഇത് കേൾക്കുമ്പോൾ എന്തോ ഒരു സന്തോഷിക്കുന്നു അറിയോ? അച്ഛനറിയാം, ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ നീ അറിയാത്തൊരു സത്യം ഞാൻ പറയട്ടെ. ബാലേന്ദ്രൻ്റെ അങ്കിളല്ലായിരുന്നു വാസ്തവത്തിൽ എൻ്റെ ലോക്കൽ ഗാർഡിയൻ. അയ്യോ, ഞാൻ അറിഞ്ഞില്ലല്ലോ. വേറെ ആരായിരുന്നു? ഇത് ഞാനാണല്ലോ. പിന്നെ മുത്തശ്ശൻ നിൻ്റെ ഉത്തരവാദിത്തം എന്നെയാണ് ഏൽപ്പിച്ചിരുന്നത്. അപ്പോൾ ഞാനല്ലേ നിൻ്റെ രക്ഷകർത്താവ്? വളരെ ശരിയാണ്, സമ്മതിച്ചു. ഞാൻ വിചാരിച്ചു അച്ഛനാണ് എൻ്റെ രക്ഷകർത്താവെന്ന്. ഓ, അങ്കിള് അങ്ങനെയാണെങ്കിലും റെസ്പോൺസിബിലിറ്റി മുഴുവനും എനിക്കാണ്. ഇപ്പം നിനക്ക് അച്ഛനുണ്ടല്ലോ, എല്ലാവരും ഉണ്ടല്ലോ. പിന്നെന്താ, റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫിൻ്റെ മകൾ എന്ന് പറയുമ്പോൾ ഒരു അഭിമാനമില്ലേ? ഉണ്ട്, ഞാനത് തിരിച്ചറിയുന്നുണ്ട്. പിന്നെ എതിരാളികൾ ആരെങ്കിലും രംഗപ്രവേശനം ചെയ്തോ? ഇതുവരെ ഇല്ല, വരാനിരിക്കുന്നതേ ഉള്ളൂ. സന്തോഷത്തോടെ ഇരിക്കുക. മനുവേട്ട സുഖമല്ലേ? അതെ, നീയും കൂടെ വിളിച്ചപ്പോൾ പൂർണ്ണ സുഖമായി. പോ മനുവേട്ടാ, കളിയാക്കാതെ. ഞാൻ സത്യം പറഞ്ഞ ഓക്കെ, ഇന്നിപ്പോൾ നാളെ വിളിക്കാം, വൈകിട്ടെ. ഓക്കെ ഡി, ശരിയെന്ന് പറഞ്ഞ് ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും ഫോൺ അങ്ങോട്ട് വയ്ക്കാൻ കേട്ടോ. മനുവിനാണെങ്കിൽ വല്ലാത്തൊരു ചിരിയുണ്ട്. അന്ന് രാത്രി അലീന ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഡോറിൽ വന്ന് സ്റ്റാൻലി മുട്ടുക കേട്ടോ. അച്ഛനാണെന്നറിയാതെ പെട്ടെന്ന് തന്നെ അലീന പറഞ്ഞു, തുറന്നോ, ലോക്ക് ചെയ്തിട്ടില്ല, കയറി വന്നോ എന്നൊക്കെ പറയുമ്പോഴാണ് തിരിഞ്ഞു നോക്കുമ്പോൾ പപ്പയാണ്. പെട്ടെന്ന് തന്നെ ചാടി എഴിക്കുക കേട്ടോ അലീന. നീ ഉറങ്ങാൻ കിടന്നതാണോ എന്ന് പപ്പ പതുക്കെ വന്ന് ചോദിക്കുന്നു. ഞാനിന്ന് ഉറങ്ങിയേക്കാമെന്ന് വിചാരിച്ചു. എന്താ, നീ നേരത്തെ കിടക്കുമായിരുന്നോ? അതെ, ചെറിയൊരു ക്ഷീണം. നിനക്ക് എന്തുകൊണ്ടാണ് ക്ഷീണം വന്നെന്നറിയോ? അറിയാം, ഉപവാസം എടുത്തത് കൊണ്ടാണ്. അത് ശരി. അപ്പോൾ നമ്മൾ സ്റ്റാൻലി അനിലിനോട് പറയുന്നുണ്ട്, ഞാനൊരു പട്ടാളക്കാരനാണ്. എന്നെ തോൽപ്പിക്കാമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഏയ് ഇല്ല. ഞാൻ തോൽക്കാൻ തീരുമാനിച്ച പിന്നെ അതിന് കുഴപ്പമില്ലല്ലോ. നീ തോൽക്കണമെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂടെ വന്നിരുന്ന് നീ ഭക്ഷണം കഴിക്കണം. ഇപ്പം ഞാൻ വരാം, പക്ഷേ എപ്പോഴും തോൽക്കാൻ പറയല്ലേ പപ്പ. ഒരുപാട് തോറ്റിട്ട് വന്നതല്ലേ ഞാൻ. അത് കേൾക്കുമ്പോൾ സ്റ്റാൻലിയുടെ മനസ്സ് ഒന്ന് വിഷമിക്കുകയാണ്. എന്നിട്ട് മോളെ തിരിഞ്ഞ് നോക്കിയിട്ട് പറയുന്നുണ്ട്, അതെ, നീ വന്ന് ഭക്ഷണം കഴിക്കുക, ബാക്കിയല്ല നമുക്ക് പിന്നെ സംസാരിക്കാം, വന്നേ. അങ്ങനെ കൈ കൊടുക്കാൻ കേട്ടോ. ആ കൈയിലേക്ക് നമ്മുടെ അലീനയും കയ്യിലേക്ക് ആ കൈയെടുത്ത് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ അലീനയും കൈ പിടിച്ച് കൊണ്ട് നേരെ ഡൈനിങ് ഹാളിലേക്ക് കൊണ്ടുപോവാണ്. അവിടെ പോയി ഭക്ഷണം കഴിക്കാനായിട്ട് കൊണ്ട് ഇരുത്താണ് കേട്ടോ. ഇത് നമ്മുടെ ആൻ്റപ്പനും പൗലോസും കാണുകയാണ്. അപ്പോൾ ഒരു ഗ്ലാസ് എടുത്ത് കൊടുത്തിട്ട് പറയാം, ഇത് ലൈം ജ്യൂസാണ്, ഇത് കുടിച്ച് നിരാഹാരം അവസാനിപ്പിക്കണം. അല്ല, ഞാൻ പോയി വല്യപ്പച്ചനെ വിളിച്ചുകൊണ്ട് വരാം. എന്നോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നിരാഹാരത്തിലിരിക്കുകയാണ് പാവം. ഓ, അത്ര പാവമൊന്നുമില്ല. നിന്നെ കാണുമ്പോൾ എന്നെ മറക്കുന്ന അപ്പനാ. ഏതായാലും നീ പോണ്ട. ആൻ്റപ്പാ, നീ പോയി അപ്പച്ചനെ വിളിച്ചുകൊണ്ട് വാ. ശരി സാർ. പിന്നെ പൗലോസേ, എനിക്ക് നിന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അലീന എൻ്റെ മോളാണെന്ന് നിനക്കറിയാലോ. വെറുതെ തലയാട്ടിൽ പോരാ. അറിയാമെങ്കിൽ അറിയാമെന്ന് പറയണം. അറിയാം സാർ. നാളെ മുതൽ ഇവൾ പറയുന്നത് പോലെ ഇവിടുത്തെ ഓരോ കാര്യങ്ങളും നീ ചെയ്തു കൊള്ളണം. ഇന്നിവിടെ ഫുഡ് ഉണ്ടാക്കണ്ട എന്ന് അവൾ പറഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കാൻ പാടില്ല. നാളെ സദ്യ വെക്കണം എന്ന് ഇവൾ പറഞ്ഞാൽ സദ്യ വെച്ചിരിക്കണം. കേട്ടല്ലോ? കേട്ടില്ലെങ്കിൽ ഒന്നും കൂടെ ഞാൻ പറയാം. കേട്ടു സാർ. എന്നിട്ട് അലീനെ ചൊറഞ്ഞു നോക്കട്ടോ ഞങ്ങളും. ഇവളെപ്പറ്റി എന്തെങ്കിലും പരാതിയും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് മേലൽ വന്നേക്കരുത്. കേട്ടല്ലോ? അതായത് നിൻ്റെ മുമ്പിൽ ഇനി രണ്ട് വഴികൾ മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ അലീന പറയുന്നത് പോലെ ജോലി ചെയ്യുക, അല്ലെങ്കിൽ ജോലി മതിയാക്കി സ്ഥലം വിടണം. അയാളാകെ ചമ്മിപ്പോയി.
എന്താണെന്ന് വെച്ചാൽ നീ തന്നെ തീരുമാനിക്കും. അലീനയ്ക്ക് അത്ഭുതം, അച്ഛനിങ്ങനെ മാറിപ്പോയോ. എന്തായാലും ഇതൊന്നും നിന്നോട് ദേഷ്യപ്പെട്ട് പറയുന്നില്ല, ഒരു സജഷൻ പറയുന്നത് മാത്രം നീ കണക്കാക്കിയാൽ മതി. ശരി എന്നും പറയാതെ തലയാട്ടാണ്. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല സാർ, ഞാൻ ഇത്രയും കാലം ഒരു പരാതിക്കും ഇടം കൊടുക്കാതെ എൻ്റെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. സാർ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ കൊള്ളരുതാത്തവരെന്ന്. എൻ്റെ ഫുഡ് മോശമാണെന്നും പറഞ്ഞിട്ടില്ല. ഇടാ, ഇപ്പോഴും നിന്നെക്കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമേ ഉള്ളൂ. നീ നല്ല മിടുക്കനാണ്. നിന്നെപ്പോലെ ടേസ്റ്റിയായി കുക്ക് ചെയ്യുന്ന ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാൻ പറയുന്നത് ഇനി മുന്നോട്ടുള്ള കാര്യമാണ്. അലീനയുടെ കൂടെ അഭിപ്രായം അനുസരിച്ചിട്ട് വേണം നീ ചെയ്യാൻ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ പറയണം. അലീനയ്ക്ക് മനസമാധാനമായി. അപ്പോൾ വീണ്ടും പൗലോസ് പറയാണ്, എനിക്കൊന്ന് ആലോചിക്കണം. അതെന്താ ഇത്ര ആലോചിക്കാന്നുള്ള രീതിയിൽ അലീന, ശരി നാളെ രാവിലെ വരെ നിനക്ക് സമയം തരും, പോക്കോ, നീ ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി. പൗലോസ് അലീനയെ ഒന്ന് നോക്കിയിട്ട് അയാൾ അവിടെ നിന്ന് പോവാണ് കേട്ടോ. എന്നിട്ട് മോളെ നോക്കിയിട്ട് നമ്മളെ പപ്പ ചോദിക്കുന്നുണ്ട്, ഇത്രയും മതിയല്ലോ അല്ലേ നിനക്ക്? ആ മതി, താങ്ക് യു പപ്പ. ശരി എന്നാൽ പിന്നെ ഇത് കുടിച്ചിട്ട് ഈ ലൈം ജ്യൂസ് കുടിച്ചിട്ട് ഫാസ്റ്റിംഗ് എല്ലാം ബ്രേക്ക് ചെയ്യും. അങ്ങനെ അത് വാങ്ങി നമ്മുടെ അലീന കുടിക്കുന്നുണ്ട് കേട്ടോ. അതോടുകൂടി അലീനയ്ക്ക് ഇച്ചിരി സന്തോഷവും ഒക്കെ ആവാണ്. എന്നാൽ ശരി നമുക്ക് ഫുഡ് കഴിക്കാമെന്നും പറഞ്ഞുകൊണ്ട് പാത്രമൊക്കെ എടുത്തു വെച്ച് 2 പേർക്കുള്ള ഫുഡും പപ്പ എടുത്ത് വയ്ക്കാനും. എന്നിട്ട് പെട്ടെന്ന് തന്നെ അലീന പറയണ്ട, പപ്പ എനിക്ക് ഇച്ചിരി എടുത്തു തരാമോ? അതൊക്കെ വേണോ മോളെ? വേണം. അതൊക്കെ വലിയ കാര്യമാണോ? സില്ലി സെൻറ്റിമെൻറ്റ്സ് അല്ലേ, സാരമില്ല, എനിക്കതത്ര വലിയ കാര്യം തന്നെയാണ്. എന്നാൽ പിന്നെ കഴിച്ചോ. ഒരല്പം സ്പൂണിലെടുത്ത് അലീനയുടെ അടുത്തേക്ക് കൊടുക്കാനായിട്ട് കയ്യിൽ. അതല്ല, എനിക്ക് എൻ്റെ വായിലേക്ക് വെച്ച് തരണമെന്ന് പറയാട്ടോ. ശരി എന്നാൽ പിന്നെ വെച്ച് തരാം. തിരിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അലീന പറയാനുണ്ട്, പപ്പയുടെ കയ്യിൽ പിടിച്ചിട്ട്, സോറി പപ്പ. എന്തിനാ മോളെ നീ സോറി പറഞ്ഞത്? അല്ല ഞാൻ പപ്പയ്ക്കെതിരെ സമരം ചെയ്തേന്. അപ്പോൾ സമരം തന്നെയായിരുന്നു അല്ലേ? സോറി, അതൊന്നും കുഴപ്പമില്ല, സാരില്ല, മോള് കഴിക്കും. അപ്പോൾ അലീന വീണ്ടും ചോദിക്കുമ്പോൾ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ സ്പൂണിലൊന്നും എനിക്ക് വേണ്ട, പപ്പയുടെ കൈ കൊണ്ട് തന്നെ എടുത്ത് തന്നാൽ മതിയെന്ന് പറയാണ്. അങ്ങനെ ഒരപ്പൻ ജീവിതത്തിൽ ആദ്യമായിട്ട് സ്വന്തം മോൾക്ക് എടുത്ത് തരുന്നതല്ലേ, അപ്പോൾ കൈ കൊണ്ട് തന്നെ എടുത്ത് തന്നാൽ മതി. ഇതൊക്കെ ചീപ്പായിട്ടുള്ള സെൻറ്റിമെൻറ്റ്സ് അല്ലേ മോളെ? അത് പപ്പയ്ക്കല്ലേ, എനിക്ക് അങ്ങനെയൊന്നുമല്ല. ശരി എന്നാൽ കൈ കൊണ്ട് തന്നെ അതെടുത്ത് അലീനയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ. കയ്യിലേക്കാണോ തരുന്നത്? എൻ്റെ വായിലേക്ക് വെച്ച് തരണം. അങ്ങനെ വാ തുറന്ന് കാണിക്കുക കേട്ടോ. അങ്ങനെ വായിലേക്ക് വെച്ച് കൊടുക്കണം. അത് കഴിഞ്ഞ് അലീന പറഞ്ഞിട്ടുണ്ടോ, പപ്പയ്ക്ക് ഞാനും തരട്ടെ എന്നും പറഞ്ഞ് വായിലേക്ക് കൊണ്ടുപോയി. എന്താ മോളെ കാണിക്കുന്നത്? ഇതൊന്നും വേണ്ട. വേണം, എൻ്റെ ആഗ്രഹമല്ലേ എൻ്റെ പപ്പയ്ക്ക് ഇതൊക്കെ തരണമെന്ന്. ഞാൻ പപ്പയുടെ മോള് ആദ്യമായിട്ട് തരുന്നല്ലേ, വാ തുറക്കുക പപ്പ. അങ്ങനെ നമ്മുടെ സ്റ്റാൻലി വാ തുറക്കാണ് കേട്ടോ. ആ വായിലേക്ക് അലീന വെച്ചു കൊടുക്കുകയാണ്. അങ്ങനെ കഴിക്കാട്ടോ. അത് കാണുമ്പോൾ അലീന താങ്ക് യു പപ്പ എന്ന് പറയാണ്. അലീനയ്ക്ക് സങ്കടം വരുന്നുണ്ട് കേട്ടോ, സന്തോഷം കൊണ്ടുള്ള സങ്കടമാണേ. അപ്പം അതുപോലെ തിരിച്ച് നമ്മുടെ സ്റ്റാൻലിക്കും ഭയങ്കരമായിട്ട് സന്തോഷം വരാണ്, സ്നേഹം കൊണ്ടുള്ള സന്തോഷം തന്നെയാണ്. കഴിക്കുമ്പോളെ എന്ന് പറയാണ്ട. അങ്ങനെ അവർ ഫുഡ് കഴിക്കുമ്പോൾ വീണ്ടും നമ്മൾ അലീന ചോദിക്കണം, പപ്പ ഞാൻ പോയി വല്യപ്പച്ചനെ കൂട്ടിക്കൊണ്ട് വരട്ടെ? ശരി എന്നാൽ പിന്നെ ആയിക്കോട്ടെ. അങ്ങനെ അലീന അവിടുന്ന് ഓടിപ്പോകാനുണ്ട്, അപ്പച്ചനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ വല്യപ്പച്ച വന്നേ, ഫുഡ് കഴിക്കാൻ വരാം. അയ്യോടാ ഞാൻ വരുന്നില്ല, അവനെ എന്നെ വിളിക്കാൻ വന്നിരുന്നു, അന്നേരം ഞാൻ വരുന്നില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഇനി വന്നാൽ ശരിയാകത്തില്ല. ഇനിയിപ്പോൾ നാണം കെട്ട് ചെല്ലാനും എനിക്ക് വയ്യ. എൻ്റെ അവധ കുടിച്ചായ സമരമെല്ലാം തീർന്നു, കോംപ്രമൈസായി. അതെങ്ങനെ? മണിക്കൂറുകളോളം നീണ്ടു നിന്ന ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് ശേഷം റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫ് സ്വന്തം മകളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതായി പ്രഖ്യാപിച്ചു. സമരം ജയിച്ചോ? ജയിച്ചെന്നേ. എന്നതാ സംഭവിച്ചത്? പപ്പ എന്നെ ഡൈനിങ് ടേബിളിലേക്ക് വിളിച്ചുണ്ട്. എന്നിട്ട് പൗലോസ് ഏട്ടനെ വിളിച്ചു. അലീന എന്ത് പറയണമെങ്കിലും അനുസരിച്ചുകൊണ്ടെന്ന് ഒറ്റ ഓർഡർ. അപ്പോൾ പൗലോസ് പ്ലിങ്, വാ വിശന്നിരിക്കല്ലായിരുന്നോ, വാ കഴിക്കാം. എൻ്റെ മോളെ സത്യം പറഞ്ഞാലേ ഇന്ന് രാത്രി അടുക്കളയിൽ കയറി കട്ട് തിന്നാലോ എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. ഔത കുട്ടിച്ചായ കയറി കളഞ്ഞ് കുളിക്കല്ലേ, ഇനിയിപ്പോൾ അതൊന്നും വേണ്ടല്ലോ, വാ നമുക്ക് കഴിക്കാൻ പോവാം. അങ്ങനെ അപ്പച്ചനെയും കൂട്ടി അലീന നേരെ താഴേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ സ്റ്റാൻഡിൽ നടക്കാൻ വേണ്ടി പോവാട്ടോ. തൊട്ടുപിറകെ അവതക്കുട്ടി ചായനും ഉണ്ട്. എടാ നീ ഒന്ന് പതുക്കെ പോടാ, എനിക്കും കൂടെ നിൻ്റെ ഒപ്പം എത്തണ്ടേ. അപ്പച്ചനൊന്ന് സ്പീഡിൽ വാ. എടാ നിൻ്റെ പ്രായമാണോ എനിക്ക്? എടാ നീയേ ഇതൊക്കെ ശീലമാക്കിക്കോ കേട്ടോ, രാവിലെയുള്ള ഈ ഒരു നടക്കം. ഇതൊക്കെ എനിക്ക് ശീലമാണല്ലോ. ആർമിയിലായിരുന്ന സമയത്ത് വെളുപ്പിനേക്ക് നടക്കുമായിരുന്നല്ലോ. നീ കുളത്തൂപ്പുഴ വന്നതിന് ശേഷം അതെല്ലാം നിർത്തിയിട്ട് 4-5 വർഷമേ ആയിട്ടുള്ളൂ. ജീവിതമൊക്കെ ബോറടിച്ച് തുടങ്ങിയ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ തോന്നത്തില്ല പപ്പ. അതാ ഇപ്പം നിനക്കതൊക്കെ മാറിയോ? രാവിലെ നടക്കാൻ തുടങ്ങിയത് കൊണ്ട് മാത്രം ഞാൻ ചോദിച്ചതാട്ടോ. പിന്നെ എൻ്റെ തലയ്ക്കും ഇതേ ഒരു ലേഡി കമാൻഡ് വന്ന് നിൽക്കല്ലേ, ബോറടിച്ചിരിക്കാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ അവളെ നിനക്ക് പേടിയുണ്ടല്ലേ? വെറുതെ വിടുവാ പറയുന്നതല്ല. അവളൊരു കാര്യം തീരുമാനിച്ചാലേ
അത് നടത്തിയിരിക്കും. അങ്ങനെയൊന്നും ഞാൻ വിട്ടുകൊടുക്കില്ല അവളെ ഇതൊക്കെ അവൾക്ക് സന്തോഷിക്കാൻ വേണ്ടി എന്തെങ്കിലും വേണ്ടേ, അതുകൊണ്ട് വിട്ടുകൊടുത്തതാ. പിന്നെ അവൾ നിന്നോട് പറഞ്ഞായിരുന്നോ രാവിലെ എണീറ്റ് നടക്കാൻ പോകാൻ? അങ്ങനെയൊക്കെ പറയാനുള്ള ധൈര്യമുണ്ടോ അവൾക്ക് എന്നോട്? രാവിലെ എണീറ്റ് 3/4 മണിക്കൂർ നടക്കാൻ ഈ പപ്പയുടെ പ്രായം ഇപ്പോഴത്തെ പകുതി ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ മോൻ ചെറുപ്പമാകാൻ തന്നെ തീരുമാനിച്ചു ഇല്ലേ? അവൾ ആരാ മോന്? അല്ലെങ്കിൽ തന്നെ അവൾ ആരാ മോള്? മർമ്മത്ത് തന്നെ പിടിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ച് എനർജറ്റിക് ആവാൻ പറ്റും. ഈ അലസതയൊക്കെ മാറും, ഞാൻ കുറച്ച് പവർഫുള്ളാവും. അതിനെന്താ സംശയം? എടാ, നല്ല ചെറുപ്പത്തിൽ നിൻ്റെ ബോഡി നല്ല ഉരുക്ക് പോലെ അല്ലായിരുന്നോ? നീ പുഷ്പം പോലെ എന്നെ എടുത്ത് തലയ്ക്കും ഇതേ പൊക്കുമായിരുന്നു. അന്നൊക്കെ ഞാൻ ഓർത്തു നീ ഒരു നെപ്പോളിയൻ ബോണപ്പാർട്ട് ആവുമെന്നായിരുന്നു. അതൊരു വല്ലാത്ത പ്രതീക്ഷയായി പോയല്ലോ അപ്പച്ച. ഭയങ്കരം തന്നെ. എടാ, നെപ്പോളിയൻ വെറും ഒരു പടയാളിയാണ്. നീ ഒരു പട്ടാളക്കാരനല്ലായിരുന്നോ? എന്നാലും ഞാൻ സമ്മതിച്ചു അപ്പച്ചനെ. അങ്ങനെ ആകാഞ്ഞത് എന്നൊരു കണക്ക് നല്ലതായി. എടാ, അങ്ങനെ ആയിരുന്നെങ്കിൽ നീ ഇപ്പോൾ 2 തവണ തോറ്റേനെ എന്നൊക്കെ പറയട്ടോ. അതെന്താണ് അപ്പച്ച എന്നെ അങ്ങനെ അങ്ങ് താഴ്ത്തിയത്? ഞാൻ പോരാത്തവനാണോ? നീ മിടുക്കനടാ, എൻ്റെ മോനല്ലേ, അതെനിക്കറിയരുതോ? പക്ഷെ നിൻ്റെ കൂടെ നിൽക്കുന്നവരൊന്നും കൊള്ളത്തില്ല. അവർ നിന്നെ കുഴിയിൽ വീഴ്ത്തും, അത് ഉറപ്പാണ്. പക്ഷേ ഇപ്പം വന്ന ലേഡി കമാൻഡർ കൊള്ളാം. നിന്നെക്കൊണ്ട് യുദ്ധം ചെയ്യിക്കാനും യുദ്ധം ചെയ്യാനും ശേഷിയുള്ളവളാവള് എന്നിങ്ങനെ പറയാട്ടോ. അപ്പം സ്റ്റാൻലിക്കത് പിടിക്കുന്നില്ല. നേരെ അപ്പച്ചൻ ഇങ്ങനെ ചിറഞ്ഞൊന്നും നോക്കണ്ടോ. അതാണ് ഇന്നത്തെ എപ്പിസോഡ്. ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.